എന്നാലും നമ്മളാ തുടങ്ങിയാലോ? അപ്പോൾ ഇന്നൊരു ന്യൂ ഇയർ വ്ലോഗാണ്. ന്യൂ ഇയറിന് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയൊരു വ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ലേറ്റായി പോയി. കുറച്ചധികം ലേറ്റായി പോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് അഴീക്കൽ ബീച്ചിലാണേ. നമ്മൾ ക്രിസ്മസിനാണെങ്കിൽ എവിടെയും പോയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കേക്ക് വെട്ടി പോയിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നേ. പുറത്തൊന്നും പോയിട്ടില്ല. അതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് നമ്മൾ എവിടെയും പോയില്ല. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് ചെറിയൊരു ട്രിപ്പല്ല, നമ്മുടെ ഒരുപാട് ദൂരെയൊന്നും അല്ല. അഴീക്കൽ ബീച്ചിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നാളായി അഴീക്കലൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ നല്ല എക്സൈറ്റഡ് ആയിരുന്നേ. ദേ വഴിയിൽ നല്ല ചെല്ലുമ്പോൾ നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞിലെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കൊണ്ടുപോകാൻ പാരൻസിന് സമയമോ അതുപോലെ ഇങ്ങനെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെ വീട്ടിലും വണ്ടി എപ്പോഴും ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ വണ്ടി ഭയങ്കര റെയറായിട്ട് ചില വീടുകളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് അവർ ചോദിക്കാതെ തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ബീച്ച് എന്നൊക്കെ പറയുന്നത് ഒരു സ്വപ്നമായിരുന്നു തോന്നുന്നു. ഞാൻ ബോംബെയിലും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ബീച്ച് അവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര ഒരുപാട് നമ്മൾ താമസിക്കുന്നതൊക്കെ ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബീച്ചിലോ അങ്ങനെ പാർക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ അപ്പോൾ ഇടയ്ക്ക് പാർക്കിലൊക്കെ പോകുമായിരുന്നേ. അത് ഒരുപാട് ദൂരമൊന്നും അല്ലായിരുന്നു. അങ്ങനെ പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അവർ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർക്കൊരു സ്ട്രെസ് അവർ പഠിക്കുന്ന അതർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇടയ്ക്ക് ഒരു അവധിയൊക്കെ കിട്ടുമ്പോൾ അവരുടെ സ്ട്രെസ് നമ്മുടെ സ്ട്രെസ് മാറാനായിട്ടൊക്കെ നമ്മളിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് നമ്മൾ ബീച്ചിലെത്തി കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കൂടുതൽ സ്റ്റോളായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര അധികം സാധനമൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഒരുപാട് നാളൊന്നും ആയില്ല. എന്നാലും ഇപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പം ഭയങ്കര ഒരുപാട് സാധനമുണ്ട്. ഇത് എല്ലാത്തിനും പേരും സംഭവം എല്ലാം അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പാനിപ്പൂരി തന്നെ ഇവിടെ പാനിപ്പൂരി മാത്രമേ കിട്ടത്തുള്ളായിരുന്നേ. ഈ പൂരി അങ്ങനെ വെറൈറ്റി. ഞാൻ പിന്നെ പിള്ളേർക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ പൊട്ടറ്റോ സ്പ്രിങ്. അപ്പോൾ അത് രണ്ടുപേർക്ക് ഓരോന്ന് മേടിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളിഫ്ലവർ ബജി മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു പ്ലേറ്റ് മേടിച്ചോളൂ. കാരണം ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഒരു രസമല്ലേ. അതിപ്പോൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് അതല്ലേ ഒരു വൈബ് കിട്ടുന്നത്. അതും ബീച്ചിലൊക്കെ വരുമ്പോൾ. പിന്നെ കാടമുട്ട അവർക്ക് ഭയങ്കര ഞാനൊട്ട് ഭയങ്കര എരിവായിരിക്കുന്നത്. പക്ഷേ ഒട്ടും എരിവില്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും കുറച്ച് കഴിച്ചേ. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം അവിടെ ആ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തോട്ട് കുറച്ചങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി അങ്ങോട്ട് പോയേ. ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നേ. ഒന്ന് ഇരുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ലൈറ്റിങ്സും സംഭവമൊക്കെ വരുമ്പോഴേക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. നല്ല എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള തിരക്ക്. അപ്പോൾ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ പാറപ്പുറത്ത് കയറി നിൽക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ആൾക്കാർ ബോട്ടിംഗ് ഉണ്ടായിരുന്നു, സ്പീഡ് ബോട്ടിംഗ്. നല്ല രസമുണ്ടായിരുന്നു അവർ പോകുന്നതാണ്. പക്ഷേ ഒരിക്കലും ഇത് കയറാനുള്ള ധൈര്യം എനിക്കോ പിള്ളേർക്കും ഇല്ല. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ തീരെ കയറത്തുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നവരെക്കാൾ പേടി എനിക്കായിരുന്നു. എങ്ങനെ അവർ ധൈര്യത്തോടെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാൽ ഞാനിങ്ങനെ ഇറങ്ങിയില്ല. പിള്ളേർ രണ്ടുപേരും അച്ഛൻ്റെ കൈ പിടിച്ച് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയായിരുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഇത് നിറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഓഫീസിൽ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ട് ഓഫീസിൽ കൊച്ചിനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരോട് അതിനായിട്ട് സംസാരിച്ചൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. അവരുടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഒരാളാണെങ്കിൽ അവിടുന്ന് കയറ്റാൻ നോക്കുമ്പോൾ അവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കാൻ രണ്ടുപേരും പിന്നെയും പോകണം എന്ന് പറഞ്ഞത് അവിടെ വേറെ കുട്ടികൾ. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ള നിർബന്ധമാണ്. പക്ഷേ അതിനെക്കാട്ടി നിർബന്ധമുള്ള പിള്ളേർ വേറെ ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും നമ്മുടെ മാത്രം ഇങ്ങനെ നിർബന്ധം വെക്കത്തുള്ളൂ നമ്മൾ വഴക്കൊക്കെ പറയും. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് വേറെ കുഞ്ഞുങ്ങൾ എല്ലാം മിക്ക കുഞ്ഞുങ്ങളും എല്ലാ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ നിന്നിട്ട് പിന്നെ അത് കുറച്ച് ഇട്ടറായി കേട്ടോ. അങ്ങനെ രണ്ടിനും കൂടെ പൊക്കി എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ കാലൊക്കെ നല്ലപോലെ മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പാ ആണ് കേട്ടോ. നല്ല അടിപൊളി റിലാക്സ് കിട്ടുന്ന നല്ലൊരു സ്പാ ആണ് കാലിന്. ഞാൻ മോനെ പിടിച്ചിരുത്തി ഒരു സൈഡിലോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അവിടെ ഇട്ടിരുന്നു കേട്ടോ. നേരത്തെയൊക്കെ വരുമ്പം 80 റുപ്പീസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 10 മിനിറ്റാണോ 15 മിനിറ്റാണോ അറിയത്തില്ല കേട്ടോ. ഇപ്പം ഈ പ്രാവശ്യം ചെന്നപ്പം 100 റുപ്പീസ് ആയിരുന്നു. 100 റുപ്പീസിന് നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നല്ല ഒരു 10-15 മിനിറ്റ് അതിൽ കാല് വെച്ചത് നല്ല റിലാക്സ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം കാലം നല്ല രീതിയിൽ താഴോട്ട് മുക്കി വെച്ചാൽ അനക്കാതെ വെച്ചാൽ ഇതുപോലെ മീൻ ഒരുപാട് വന്ന് നമുക്ക് ആ ഒരു മസാജ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ കാല് ഇച്ചിരി മുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടത്തില്ല. കാരണം ഞാൻ ആദ്യം കാല് പൊക്കി വെച്ചപ്പോൾ അധികം മീനൊന്നും വന്നിട്ടില്ല. കുറച്ച് താഴോട്ട് ഇറക്കിയപ്പോഴാണ് ഇത് വന്നത്. നമ്മുടെ ഡെഡ് സെൽസും അങ്ങനെയുള്ള സംഭവമൊക്കെ റിമൂവ് ചെയ്യും. നല്ലതാണ്. നല്ലൊരു മസാജ് തന്നെയാണ് കേട്ടോ. എനിക്ക് മീൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും. 100 റുപ്പീസ് ആയിരുന്നു. നേരത്തെ 80 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ 100 ആണ്. എന്തായാലും സംഭവം നല്ല നൈസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മളൊന്ന് കാല് കഴിക്കും. പിന്നെ എന്തോ ഒരു കളർ വെള്ളമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് നമ്മൾ ഇതിൽ ചെയ്യുന്നത്, മസാജ് ചെയ്യുന്നത്. നമ്മുടെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ചെന്നത്. അതുകൊണ്ട് തന്നെ കളിക്കുന്ന സംഭവത്തിലൊന്നും നമുക്ക് അങ്ങനെ കയറാൻ പറ്റിയില്ല. അവർക്ക് പിന്നെ വെള്ളമായിരുന്നു പ്രധാനം. കാരണം നേരത്തെ ഇവിടെ വന്നപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കയറാൻ പോയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നാൽ പിന്നെ നമ്മളവിടെ ഈ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ലൈറ്റ് ഹൗസ് തൊട്ടടുത്ത് നമ്മൾ ആ റോഡിൽ പോയിട്ട് ലൈറ്റിങ്സും കാര്യം കാണാമെന്ന് വെച്ചപ്പോൾ അവിടെ ലൈറ്റിങ്സും കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അങ്ങോട്ട്. നേരത്തെയൊക്കെ നല്ല വെറൈറ്റി കളറൊക്കെ നല്ല മഴവില്ല് പോലെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം അതിൻ്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടേക്കോ എന്തോന്ന് അറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ സംഭവം പറഞ്ഞത്. ലൈറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണേ. അപ്പോൾ അവിടെ നിന്ന് നിരാശപ്പെട്ട് പിന്നെ ഡയറക്റ്റ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. ക്രിസ്മസ് പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേക്ക് വേൾഡിൽ തന്നെയാണ്. പക്ഷേ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓച്ചിറ കേക്ക് വേൾഡിലോട്ടാണ് നമ്മൾ ഇതിന് വന്നിരിക്കുന്നത് കേട്ടോ. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഒരു ഫ്രഷ് ലൈമാണ്. എല്ലാവർക്കും ഫ്രഷ് ലൈം ഓർഡർ ചെയ്തു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ സൂപ്പ്. പിന്നെ ഞാൻ എന്ത് ഓർഡർ ചെയ്താലും ഞാൻ അതിൻ്റെ കൂടെ സൂപ്പ് ഓർഡർ ചെയ്തു. ഇപ്പോൾ ജ്യൂസ് ആണെങ്കിലും ഡെസർട്ട് ആണെങ്കിലും എനിക്ക് സൂപ്പ് നിർബന്ധമാണ്. ഞാൻ കൂടുതലും ഈ മോഞ്ചിയോ സൂപ്പാണ് ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ ഹോട്ട് ആൻഡ് സോർ രണ്ടും ഒരുവിധം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് സൂപ്പാണ് മെയിനായിട്ട് ഇഷ്ടമുള്ള സംഭവം. ചിലയിടത്തൊക്കെ ഇവിടുത്തെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നല്ല അടിപൊളി തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. പക്ഷേ ലൂസായിട്ടുള്ള ഗ്രേവി സൂപ്പ് കുടിക്കാൻ അത്ര രസം കാണത്തില്ല കേട്ടോ. എന്നെപ്പോലെ സൂപ്പ് ഭ്രാന്തുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബിരിയാണി കഴിക്കാനുള്ള മൂഡില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും മോളും എഗ് നൂഡിൽസും. കാരണം എനിക്ക് നൂഡിൽസിൻ്റെ അത് ഈ ചിക്കൻ വരുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്ഗാണ് മേടിച്ചത്. പിന്നെ മോനും ഹസ്ബൻഡും ആണെങ്കിൽ ചിക്കനായിരുന്നു മേടിച്ചത് കേട്ടോ.
പിന്നെ നമ്മളൊരു ചിക്കൻ 65 മേടിച്ചിട്ടുണ്ടായിരുന്നേ. ചിക്കൻ 65 എനിക്ക് അത്ര അങ്ങോട്ട് രസിച്ചില്ല കേട്ടോ. കാരണം കുറച്ചുകൂടെ ഒന്ന് മുരിയാനുണ്ടായിരുന്നു. അതുപോലെ ഉപ്പും പിന്നെ അതിൻ്റെ മസാലാസ് ഒന്നും അത്ര പോരായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടാകുന്നു കമൻറ്റ് ചെയ്തേക്കണേ. ടാറ്റാ ബൈ ടേക്ക് കെയർ.